السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه وسلم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن شاء الله ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സൂറത്ത് തീൻ, അതിലെ തജ്വീദ് നിയമങ്ങൾ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والتين والزيتون وطور سينين وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين أليس الله بأحكم الحاكمين. നമ്മളിവിടെ തുടങ്ങുന്ന ഇസ്തിആദ ബസ്മല നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ അഊദു ബില്ലാഹി. അഊദു പറയുമ്പം ഹംസ ഐൻ ഒക്കെ തൊണ്ടൻ്റെ അക്ഷരങ്ങൾ, ദാൽ പറയുമ്പോൾ നാവിൻ്റെ തുമ്പത്ത് നിന്ന് എടുക്കുക. അഊദു ദ, അഊദു ബില്ലാഹി ഒക്കെ ലൈറ്റ് അക്ഷരങ്ങളാണ്, ഒന്നും ഹെവി ആക്കരുത്. ബില്ലാഹി, ബാനി കസ്ര ഒന്നുണ്ടോന്ന് ലഫ്ദുൽ ജലാൽ അല്ലാഹ് എന്നുള്ളത് ലൈറ്റായിട്ട് പറയുന്നത്. മിനശ്ശൈത്വാനി, മിനശ്ശ ഷീൻ പറയുമ്പോൾ നല്ല വായിൻ്റെ ഉള്ളിൽ ആ സൗണ്ട് സ്പ്രെഡാണ്, ഷ് എന്നുള്ള സൗണ്ട്. പ്രത്യേകിച്ച് ഷീൻ്റെ മുകളിൽ ശബ്ദം കൂടെ ഉള്ളതുകൊണ്ട് ഇരട്ടിപ്പിച്ച് ഡബിളാക്കി പറയാം. മിനശ്ശ, മിനശ്ശൈത്വാനി, ത ഹെവി അക്ഷരമാണ്, ഉയർത്തി പറയാം. ബാക്കിയൊക്കെ ലൈറ്റ് അക്ഷരങ്ങളാണ്. മിനശ്ശൈത്വാനി റജീം, ഇവിടെ റ ന് ശബ്ദം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇരട്ടിപ്പിച്ച് പറയുകയും ചെയ്യണം, അതുകൂടാണ്ട് ഹെവി ആക്കുകയും ചെയ്യണം. ബാക്കിയൊക്കെ നോർമലായിട്ട് പറയാം. പിന്നെ അടുത്തത് ബിസ്മില്ല. ബിസ്മില്ല, സീൻ്റെ സുക്കൂൻ അക്ഷരങ്ങൾ പിന്നെ ഒക്കെ ടൈം കൊടുത്ത്, അതേപോലെ ഹർക്കകൾ ടൈം കൊടുത്ത്, സുക്കൂനൊക്കെ ആ ഒരു എന്താ പറയുക പിന്നെ സഫീറിൻ്റെ സൗണ്ട് എന്നുള്ള സൗണ്ട് കൃത്യമായി ടൈം കൊടുത്ത് പറയാം. ബിസ്മില്ല, ബിസ്മില്ല എന്നില്ല, ബിസ്മില്ല. ഓരോ സുക്കൂന് ടൈം അധികം കൊടുക്കണം. ബിസ്മില്ലാഹി, നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹിൻ്റെ പകരം ഇവിടെ ഇല്ല എന്ന് പറയണ്ടേ, കസ്ര വന്നുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ പകരം ഇല്ല എന്ന് പറയുന്നത്. ബിസ്മി, മീമിൻ്റെ മുകളിൽ കസ്ര വന്നുകൊണ്ട് അള്ളാഹു എന്നുള്ള ആ അക്ഷര ആ വാക്കിന് തൊട്ട് മുന്നത്തെ അക്ഷരത്തിൻ്റെ മുകളിൽ കസ്ര വരുമ്പോൾ മാത്രമാണ് ഈ നിയമം വരുന്നത്. ബാക്കി ഒക്കെ ദമ്മയാണെങ്കിൽ ഫത്ഹയാണ് നമ്മൾ ഉയർത്തിയിട്ട് തന്നെ പറയണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെ റ ഒക്കെ രണ്ടിടത്തും ഡബിളാക്കി ഇരട്ടിപ്പിച്ച് പറയാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഹെവി ആക്കിയിട്ട് പറയാം. പിന്നെ അത് കൂടാണ്ട് ഹാന് സുക്കൂന് വരുമ്പോൾ ഒക്കെ ഹ, റഹ്മാനി റഹീം ഒക്കെ തൊണ്ടയിൽ തന്നെ സൗണ്ട് കൃത്യമായി ഉച്ചരിക്കുക. റഹ് ഹാന്ന് സൗണ്ട് വരരുത്. പിന്നെ ഇവിടെ നമുക്ക് തുടങ്ങുന്നത് സൂറത്ത് തീന്, വത്തീൻ. വാവ് ഞാൻ എപ്പോഴും എല്ലാം എൻ്റെ വോയിസിൽ എപ്പോഴും നിങ്ങൾ കേൾക്കാം. വാവ് പറയുമ്പോൾ ഇപ്പോൾ ചുണ്ട് റൗണ്ടായിട്ട് തന്നെ വരണം. മിററിൽ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും കറക്റ്റ് റൗണ്ട് ഷേപ്പ് തന്നെ വരും. വ വ വ അല്ല, നമ്മൾ ചുണ്ടിലേക്ക് പല്ല് തട്ടരുത്. അത് നമ്മൾ മലയാളത്തിൽ വ പറയുന്ന ആ വ അല്ല, അറബിയിലുള്ള അക്ഷരം വാവ്. നമ്മൾ നോർമലി എന്തെങ്കിലും കണ്ടി നമ്മൾ വാവ് എന്ന് പറയുന്നില്ലേ, ആ വാവാണ് ഇവിടെ ആക്ച്വലി വ. അപ്പം ഈ അക്ഷരത്തിന് വാവ് എന്ന് പറയാം, വ അല്ല, വാവ് അല്ല, വാവ്. വ വത്തീന് തുടങ്ങുമ്പോൾ തന്നെ ചുണ്ട് നന്നായി റൗണ്ടാക്കുക. വത്തീൻ, ത ലൈറ്റ് അക്ഷരമാണ്, താൻ്റെ മുകളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. താൻ്റെ മുകളിൽ ശബ്ദമുണ്ട്, അതുകൊണ്ട് കൃത്യമായി ലൈറ്റായിട്ടെന്ന് പറയും. ഒത്ത ത അല്ല, ഒത്ത ത. വത്തീനി
ഓക്കെ. വത്തി ഇപ്പം കാണിച്ചാൽ മലയാളത്തിൽ വരുന്ന തായും അറബിക്കിൽ വരുന്നതും രണ്ടും ഡിഫറെൻ്റാണ്. മലയാളത്തിൽ ഉയർത്തിയിട്ട് നമ്മൾ പറയുന്നു, അറബിയിൽ താത്തിയിട്ടാണ് പറയുന്നത് ത. മറ്റേ ത സൗണ്ട് മേലോട്ടേക്ക് വരുന്നത്. ഇത് ത. വത്തീനി വത്തീനി വസ്സൈതൂൻ. സാൻ്റെ മുകളിൽ ശ്രദ്ധ വരുമ്പം പ്രത്യേകമായി ആ സൗണ്ട് കേൾക്കണം, സഫീറിൻ്റെ സൗണ്ട് അല്ല. വസ്സ സീൻ സ സ ഈ 3 അക്ഷരങ്ങൾ എപ്പോഴും സൗണ്ട് എന്നുള്ള സൗണ്ട് വരണം. വസ്സ പ്രത്യേകിച്ച് ഇരട്ടിയാണ്, അപ്പോൾ ആ 2 സൗണ്ട് കേൾക്കണം. സാൻ്റെ മുകളിൽ പിന്നെന്താ 2 സാൻ്റെ സൗണ്ട്. വസ്സൈതൂൻ. ഞാൻ സുക്കൂന് വരുമ്പം ടൈം കൊടുക്കുക, എല്ലാ സുക്കൂനും ടൈം കൊടുക്കുക. പിന്നെ നീട്ടിയിലൂടെ വരുന്ന ഈ സൂറയിൽ മുഴുവൻ നമ്മൾ നിർത്തുന്ന സമയത്ത് നീട്ടി നിർത്തുന്ന നിയമമാണ് വരുന്നത്. നീട്ടി നിർത്തുന്ന മദ് ആറിദ് ലിസ്സുക്കൂൻ, അതാണ് ഈ നിയമത്തിൻ്റെ പേര്. മദ് ആറിദ് ലിസ്സുക്കൂൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും അത് സുക്കൂന് അല്ല ആക്ച്വലി നമ്മൾ, പക്ഷേ അവിടെ നമ്മൾ സാന്ദർഭികമായിട്ട് നമ്മൾ അവിടെ ആ ആയത്തിൽ നിർത്തുന്നത് കാരണത്താലാണ് അവിടെ ഈ മദ്ദിൻ്റെ നിയമങ്ങൾ വരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. വസ്സൈതു, ഇപ്പോൾ അത് നമ്മൾ കൂട്ടി യോജിപ്പിച്ച് പോകുന്നുണ്ടെങ്കിൽ വത്തീനി വസ്സൈതൂനി വതൂരി സീനീൻ. അപ്പോൾ ഈ സൈതൂൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തുന്ന ആ നീട്ടത്തിൻ്റെ ആ നിയമം അവിടെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ഓതുമ്പോൾ എന്തായി വരും, ആ നിയമം അവിടെ ഡ്രോപ്പ് ആവും. നേരെ മറിച്ച് നമ്മളത് നിർത്തുന്നത് കാരണത്താലാണ് നമ്മൾ ഈ നിയമം അവിടെ അപ്ലിക്കബിൾ ആവുന്നത്. വസ്സൈതൂൻ. അപ്പോൾ നമ്മൾ വാവിന് എന്താ ചെയ്യുന്നത്, സുക്കൂന് നമ്മൾ നൂനിനാണ് കൊടുക്കുന്നത്. അപ്പോൾ തൊട്ട് മുന്നത്തെ അക്ഷരം വാവ്. അപ്പം മദ്ദക്ഷരമായ വാവോ യായോ വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നത്, നമ്മൾ ഈ മദ്ദക്ഷരങ്ങൾ വരുമ്പോൾ ആ മദ്ദക്ഷരത്തിനാണ് നമ്മൾ നീട്ടം കൊടുക്കുന്നത്. അപ്പോൾ 2 മുതൽ 6 ഹറക്ക വരെ നമുക്ക് നീട്ടാം. 2 മുതൽ 6 ഹറക്ക വരെ നമ്മൾ നീട്ടിയിട്ട് നമുക്ക് അവിടെ നിർത്താം. അപ്പോൾ നമ്മളിപ്പോൾ തുടക്കത്തിൽ നമ്മൾ 2 നമ്മൾ സൈതൂൻ എന്നിട്ട് 2 വസ്സൈതൂൻ നമ്മൾ 2 കൗണ്ടിൻ്റെ ടൈമാണ് നമ്മൾ കൊടുക്കുന്നെങ്കിൽ നമ്മൾ ബാക്കി വരുന്ന സൂറയിൽ മുഴുവനും അതേ ടൈം അതേ കൗണ്ട് തന്നെ ആയിരിക്കണം. നമ്മൾ ഒരിടത്ത് 2, ഒരിടത്ത് 4, ഒരിടത്ത് 6 ആ ലെവലിൽ പോകരുത്. നമ്മളെപ്പോഴും നമ്മൾ ഓത്തിന് എപ്പോഴും ഒരു ടൈമിങ് കറക്റ്റായിരിക്കണം. ഒരു സെർട്ടൺ ടൈം ഉണ്ടാവണം. നമ്മൾ ഒരായത്ത് സ്പീഡിൽ ഓതി ഒരായത്ത് സ്ലോയിൽ ഓതി ആ ലെവലിലാകുമ്പോൾ ഇപ്പം കാര്യങ്ങൾ ഓതുമ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. സ്പീഡിലാണ് അവർ ഓതുന്നതെങ്കിൽ സ്പീഡിൽ തന്നെ ആയിരിക്കും ഓത്തുണ്ടാവുക. അതെല്ലാം സ്ലോയിലാണ് ഓതുന്നെങ്കിൽ സ്ലോ തന്നെ തുടക്കവും അവസാനവും ഒരേ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരേ മെഷർമെൻറ്റിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതല്ലാണ്ട് ഒരിക്കലൊരു ടൈം അങ്ങനെ ഉണ്ടാവരുത്. അത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായി നമുക്ക് എളുപ്പമായി വരും. പിന്നെ അടുത്തത്, അപ്പോൾ ഈ നിയമമാണ് മുഴുവൻ നമുക്കിവിടെ വത്തീനി വസ്സൈതൂൻ, സൈത്തൂൻ്റെ അതേ നിയമം തന്നെ സീനീൻ, അമീൻ, തഖ്വീം ഒക്കെ, സാഫിലീൻ, പിന്നെ ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, പിന്നെ അടുത്ത ബഅദു ബിദ്ദീൻ, ഹാക്കിമീൻ, എല്ലാം മൊത്തം ആയത്തുകൾ ഇവിടെ സൂറയിലുള്ള മുഴുവൻ അവസാനിക്കുന്നത് ഈ മദ് ആറിദ് ലിസ്സുക്കൂൻ കൊണ്ടാണ്. ഓക്കെ. അടുത്തത് വരുന്നത് വതൂരി സീനീൻ. ഞാൻ എപ്പോഴും പറയുന്നില്ല, വാവ് പറയുമ്പോൾ ചുണ്ട് നന്നായി കൂർപ്പിക്കുക. താ പറയുമ്പം ഹെവിയായി പറയുക. പിന്നെ താൻ്റെ കൂടെ ഇവിടെ വരുന്നത് ദമ്മയാണ്. വതൂരി. അപ്പോൾ തൂരി, അപ്പോൾ നല്ല ചുണ്ട് റൗണ്ടായിട്ട് തന്നെ പറയാം. റാൻ്റെ മുകളിൽ കെസ്ര വന്നുകൊണ്ടാണ് ഇവിടെ ലൈറ്റായിട്ട് പറയുന്നത്. വതൂരി സീനീൻ. പിന്നെ അടുത്തത് വഹാദൽ ബലദിൽ അമീൻ. ഒക്കെ ലൈറ്റ് അക്ഷരങ്ങളാണ്. ഹ പറയുമ്പോൾ തൊണ്ടയിൽ തന്നെ ഉച്ചരിക്കുക, വാ പറയുമ്പോൾ ചുണ്ട് റൗണ്ടാക്കുക. വഹാദൽ ബലദ്. എപ്പോൾ ലാമിന് സുക്കൂന്, ഓരോ സുക്കൂനും, ലാമിന് മാത്രമല്ല ഓരോ സുക്കൂനും ടൈം കൊടുക്കുക. ചില സമയത്ത് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വഹാദൽ ബലദിൽ അമീൻ, അപ്പോൾ അങ്ങനെ എളുപ്പം പോകും. പക്ഷേ ആ ലാമിൻ്റെ സുക്കൂന് ടൈം കൊടുത്തിട്ടുണ്ടാവില്ല. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. വഹാദൽ ബലദിൽ അമീൻ ഒക്കെ ടൈം കൊടുക്കുക. പിന്നെ നീട്ടിയിട്ട് തന്നെ ഞാൻ പറഞ്ഞാൽ നീട്ടി ഓരോ സമയവും മദ് ആറിദ് ലിസ്സുക്കൂൻ ടൈം കൊടുത്തുകൊണ്ട് നീട്ടി നിർത്താം. ലഖദ് ഖലഖന. ഇവിടെ 2 അടുത്ത് ഖൽഖൽ വരുന്നുണ്ട്. ലഖദ് ഖാഫിന് ശേഷം ദാൽ വരുന്നത് സുക്കൂന്. പിന്നെ ഖലഖന ഖാഫിന് സുക്കൂന്. ഖലഖന 2 അടുത്തും നമ്മൾ പ്രത്യേകമായി ബൗൺസ് ചെയ്ത് പറയണം. ലഖദ് ഖലഖന. പിന്നെ ഖാഫൊക്കെ പറയുമ്പോൾ നല്ല ഹെവിയാക്കി പറയാം.
ലഖദ് ഖ പറയുമ്പോൾ ഹെവി. ലഖദ് ഖലഖനൽ ഇൻസാൻ. ഇവിടെ ഇഖ്ഫ വരുന്നുണ്ട്. സുക്കൂന് നൂന് ശേഷം സീന് വരുന്നുണ്ട്. നൂനിനെ നമ്മൾ എന്തൊക്കെ മറച്ച് പിടിച്ചുകൊണ്ട് പറയാം. അതിനാണ് ഇഖ്ഫ എന്ന് പറയും. നൂനിൻ്റെ സൗണ്ട് മുഴുവനായി കേൾപ്പിക്കരുത്, പകുതി മറച്ച് പിടിച്ചുകൊണ്ട് പറയാം. ലഖദ് ഖലഖനൽ ഇൻസാൻ. ഹംസ പറയുമ്പോൾ കൃത്യം ഉച്ചരിക്കുക. ഇ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഇവിടെ വരുന്നത് മദ്ദാണ്, പക്ഷേ നമുക്ക് ഓപ്ഷനിലാണ് മദ്. നമുക്ക് എന്താണ് ഓതിയും ചെയ്യാം, ഓതാതിരിക്കുകയും ചെയ്യും. ചില മദ് നീട്ടി ഓതിയും ചെയ്യാം, നീട്ടാതിരിക്കുകയും ചെയ്യും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മദ് അക്ഷരം ഒരു പദത്തിലും ഹംസ മറ്റ് പദത്തിലും വന്നു. ഇപ്പോൾ രണ്ട് എടുത്താന്നുള്ളത്. അതുകൊണ്ട് മദ് ഇവിടെ മുൻഫസിലാണ്, ജായിസ് മുൻഫസിൽ. അപ്പോൾ നമുക്ക് എന്താക്കാം, മദ് നീട്ടുന്നുണ്ടെങ്കിൽ 4 മുതൽ 5 വരെ ഹർക്ക ടൈം കൊടുത്ത് നീട്ടാം. ഫീ അഹ്സനി, ഫീ എന്നിട്ട് നീട്ടാം. നീട്ടുന്നില്ലെങ്കിൽ നോർമൽ മദ്ദിൻ്റെ ടൈം 2 ഹർക്ക. ഓക്കെ, ഫീ അഹ്സനി, ഫീ അഹ്സനി. അല്ലെ അഹ്സനിയിലെ ഹാന് സുക്കൂൻ വരുമ്പോൾ ആ സൗണ്ട് വരണം. ഫീ അഹ്സനി തഖ്വീം. ഖാഫിന് കൊണ്ട് ഇവിടെ ഖൽഖല വന്നിട്ടുണ്ട്. തഖ്വീം. വാവ് പറയുമ്പോൾ ചുണ്ട് നല്ലോണം റൗണ്ടാണ്. പിന്നെ മീമ് സുക്കൂനിൽ നിർത്തുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ ടൈമൊന്നും കൊടുക്കണ്ട. ചില ആൾക്കാർ മീമും നൂനൊക്കെ സുക്കൂന് വരുമ്പോൾ അറിയാണ്ട് അമർത്തി പോകും. തഖ്വീം എന്നിട്ട് അങ്ങനെയില്ല, നോർമൽ മീമിൻ്റെ സൗണ്ട് കൊടുത്താൽ മതി. തഖ്വീം, ബസ് ഇത്രയേ ഉള്ളൂ. സുമ്മ റദദ്നാഹു. ഇവിടെ കൃത്യമായി സുമ്മ അല്ല, സുമ്മ. നാവിൻ്റെ തറ്റത്തുനിന്ന്, ടിപ്പ് ഓഫ് ദ ടങ്, അവിടെ നിന്നാണ് വരുന്നത്. ടിപ്പാണ്. ടിപ്പ് നാവ് ശരിക്കും ആ സൗണ്ട് കാറ്റോടും കൂടി വരുന്നത്. സുമ്മ. ദമ്മയും കൂടി വന്നുകൊണ്ട് കൃത്യമായി ഉച്ചരിക്കുക. സുമ്മ. മീമിൻ്റെ മുകളിൽ ശബ്ദം വന്ന് നന്നായി മണിക്കുക. സുമ്മ റദദ്നാഹു. റോ ഹെവി, ദ ബാക്കിയൊക്കെ ലൈറ്റ്. ദാലി ഖൽഖല വന്നിട്ട് റദദ്നാഹു. ഹ കൃത്യം ഉച്ചരിക്കുക. അസ്ഫല. സീന് സുക്കൂൻ ടൈം കൊടുക്കുക. അസ്ഫല സാഫിലീൻ. ഓക്കെ, നിർത്തുന്ന സമയത്ത് മദ്ദ് സുക്കൂൻ കൊടുത്ത് നിർത്താം. ഇല്ലല്ലദീന ആമനു. ഇവിടെ ലാമിൻ്റെ മുകളിൽ ശബ്ദം ഒന്ന് ഇരട്ടിപ്പിച്ച് പറയുക. ഇല്ല. ചില ടൈം അധികം കൊടുക്കും. ഇല്ല, അങ്ങനെയില്ല. ജസ്റ്റ് 2 ഹർക്ക അല്ലെങ്കിൽ 2 പിന്നെന്താന്ന് അക്ഷരത്തിൻ്റെ 2 അക്ഷരത്തിൻ്റെ സമയം കൊടുക്കണ്ടു. ഓക്കെ, അതല്ലാണ്ട് അതിൻ്റെ എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇല്ല, ലാമിന് സുക്കൂൻ പിന്നെ ലാമിൻ്റെ ഫത്ഹ, ആ ടൈം. ഇല്ലല്ലദീന. ദാൽ പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, നാവിൻ്റെ അറ്റത്ത് തന്നെ പറയണം. ദു ആ സൗണ്ട്, പിന്നെ ആ സൗണ്ട് വൈബ്രേഷൻ സൗണ്ട് വരും, ഇങ്ങനെ ഒരു തരിപ്പ് പോലെ വരും എന്നുള്ള. 3 അക്ഷരമാണ് നാവിൻ്റെ ടിപ്പെന്ന് വരുന്നത്. അത് ഒന്ന് സ, നേരത്തെ പറഞ്ഞിട്ടുള്ള സു, കാറ്റോടും കൂടി വരുന്നതാണ് സ. ഇവിടെ വരുന്നത് ദ. ഇല്ലല്ലദീന. പിന്നെ അടുത്ത അക്ഷരമാണ് വ. നമ്മളെ പാനി ഡോട്ട് വരുന്ന വ. 3ഉം സെയിം മഖ്റജ് എന്നാണ് വരുന്നത്. വ. പ്രത്യേകമായി ശ്രദ്ധിക്കാം. അധികം തെറ്റ് വരുന്ന അക്ഷരങ്ങളിൽ വരുന്ന അക്ഷരങ്ങളാണ് ഇതൊക്കെ. ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാതി ഫലഹും. വഅമിലു. ആമനുവിൻ്റെ ഇവിടെ ആമനുവിൻ്റെ ഹംസ ആദ്യം വന്നിട്ട് പിന്നീടാണ് അലിഫ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് മദ് ബദൽ എന്ന് പറയും. ശരിക്കും സാധാരണ നമ്മൾ മദ്ദുകൾ കാണുന്നത് എങ്ങനെയാണ്, ഹംസ ആദ്യം പിന്നെ വരും, മദ്ദക്ഷരമായിട്ട് അലിഫോ വാവയ ആദ്യം വരും, പിന്നീടാണ് ഹംസ വരുന്നത്. ഇവിടെ ആണെങ്കിൽ ഹംസയാണ് ആദ്യം വന്നിട്ടുള്ളത്, പിന്നെയാണ് അലിഫ് മദ്ദക്ഷരമായത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് മദ് ബദൽ എന്ന് പറയുന്നത്. രണ്ടും നേരെ തലതിരിച്ചിട്ട് ഉള്ളത് മദ്. അപ്പോൾ നമ്മളവിടെ ടൈം 2 ഹർക്കൻ്റെ ടൈമേ കൊടുക്കണം. നോർമൽ മദ്
മദ് തബീഇയിൽ വരുന്നതാണ് ഈ മദ് ബദൽ, നോർമൽ മദ്. അപ്പോൾ എക്സ്ട്രാ ടൈം കൊടുക്കണ്ട. ആമനു അത്രേ കൊടുക്കണ്ടു. ആമനു വഅമിലു സ്സാലിഹാത്തി, ഐനൊക്കെ പറയുമ്പോൾ കൃത്യമായി ഉച്ചരിക്കുക. വഅമിലു ഒക്കെ വാവ് ഒക്കെ പറയുമ്പോൾ ചുണ്ട് നന്നായി റൗണ്ട് ആയിട്ട് വരാം. സ്വാലിഹാത്ത്, സ്വാദ് ഹെവിയാണ്, ഡബിളാണ്, അതുകൊണ്ട് കൃത്യമായി ഉച്ചരിക്കുക. സ്വാ അല്ല സ്വാ, നേരെ ഉയർത്തി പറയുക. വഅമിലു സ്സാലിഹാത്തി, ഹ തൊണ്ടയിൽ തന്നെ ഉച്ചരിക്കാൻ പരിശ്രമിക്കുക. ഫലഹും, ഫലഹും, ഹാന് ദമ്മ വന്ന് പിന്നെ മീമിന് സുക്കൂൻ, ഹും. ഇപ്പം നമ്മൾ ദം വർജ, ദമ്മയ്യ ഇത് തിരിച്ച് ആ മീമിൻ്റെ സുക്കൂനിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ കൃത്യമായി ഒരു മിറർ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ചുണ്ട് ആദ്യം കൂർത്ത് പിന്നെ തിരിച്ച പൊസിഷനിലേക്ക് സുക്കൂനിലേക്ക് വരുന്ന കാണാം. ഹും, ഹും. അപ്പോൾ അതാണ് കറക്റ്റ്. നമ്മൾ ആ ഓരോ ഹറക്കകൾ കറക്റ്റ് നമ്മൾ കൊടുക്കണമെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ചുണ്ടുകൾ കൃത്യമായി പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം. അപ്പോഴാണ് കറക്റ്റ് മഖ്റജെന്നും കറക്റ്റ് സൗണ്ട്സും വരുള്ളൂ. ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. ഇവിടെ ജീമിന് സുക്കൂൻ വന്നിട്ടുണ്ട്, പിന്നെ തൻവീന് ശേഷം ഗൈന് വരുന്നുണ്ട്, ഇദ്ഹാറാണ്. ഇദ്ഹാർ വെളിവാക്കി പറയുക. അജ്റുൻ ഗൈറു എന്ന് പറയാൻ പാടില്ല. അജ്റുൻ ഗൈറു മംനൂൻ. നീട്ടി മദ് ആറുദ്ദി സുക്കൂൻ നീട്ടിക്കൊണ്ട് നിർത്താം. പിന്നെ അടുത്തത് മംനൂൻ, അതേപോലെ മംനൂൻ എന്ന് പറയാൻ പാടില്ല കേട്ടോ. മംനൂൻ അവിടെ ഒന്നും ടൈം കൊടുക്കണ്ട, നോർമൽ ടൈം മാത്രം, എക്സ്ട്രാ ടൈമിംഗ് ഇല്ല. ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ. ഇവിടെയൊക്കെ അക്ഷരങ്ങൾ മൊത്തം ലൈറ്റാണ്. യുകദ്ദിബുക, കാഫൊക്കെ പറയുമ്പോൾ ഹെവി ആയി പോകരുത്. പ്രത്യേകിച്ച് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അറബിക് അക്ഷരത്തിൽ കാഫിനും താനൊക്കെ ഒരു ചെറിയൊരു കാറ്റിൻ്റെ സൗണ്ട് ഒരു കൃത്യമായി കേൾക്കുക. ക ഇപ്പം നിർത്തുന്ന സമയം യുകദ്ദിബുക് കൃത്യമായിട്ട് ആ സൗണ്ട് വരും, എന്നുള്ള അക് എന്നുള്ള സൗണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കാറ്റോടും കൂടിയിട്ടായിരിക്കണം കാഫ് വരേണ്ടത്. മലയാള അക്ഷരത്തിൽ ആ ഒരു പ്രത്യേകത അതിന് കാഫിനില്ല, വേറെ തന്നെ കാറ്റില്ലാത്ത സൗണ്ടാണ് കായും തായും ഒക്കെ വരാം. അപ്പോൾ ഇവിടെ കൃത്യമായി ഉച്ചരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. യുകദ്ദിബുക നിർത്തുന്ന സമയത്താണ് അത് പ്രത്യേകമായിട്ട് സൗണ്ട് നല്ലോണം എന്താ പറയണ്ടേ, കാറ്റ് കൃത്യമായിട്ട് നല്ലോണം കേൾക്കാൻ നമ്മൾ നിർത്തുന്ന സമയത്താണ്. അല്ലാത്ത സമയം നമ്മൾ കാറ്റ് അത്ര ഉണ്ടാവില്ല. അതിനാണ് ഹംസ് എന്ന് പറയുക. ഈ ഹംസിൻ്റെ ക്വാളിറ്റി നിർത്തുന്ന സമയത്താണ് കേൾക്കുക, അല്ലാത്തതിന് നമുക്ക് നോർമൽ കാഫായിട്ടാണെന്ന് പറയാം. പിന്നെ യുകദ്ദിബുകൻ്റെ ദാല് ഡബിളാക്കി പറയുക. ബഅദു ഐന് പറയുമ്പോൾ നല്ല ഒഴുക്കി പറയുക. ബഅദു ബിദ്ദീൻ, ദാല് ഇരട്ടിപ്പിച്ച് പറയാം. അലൈസല്ലാഹു, അലൈസ യാന് സുക്കൂൻ, ബാക്കിയൊക്കെ ലൈറ്റ്. അലൈസ ടൈം കൊടുക്കുക. അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാകിമീൻ. അഹ്കമി അല്ലാഹ് ലഫ്ദുൽ ജലാൽ ഉയർത്തി പറയുക. പിന്നെ അഹ്കമിൻ്റെ ഹാന് സുക്കൂൻ ടൈം കൊടുക്കുക. ബി അഹ്കമി ഓരോ ഹറക്കകളും ടൈമും കറക്റ്റായിട്ട് കൊടുക്കുക. ബി അഹ്കമിൽ ഹാകിമീൻ. ഹാ തൊണ്ടിയിൽ നിന്ന് തന്നെ എടുക്കാൻ പരിശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാഫൊക്കെ പറയുമ്പോൾ ലൈറ്റായിട്ട് തന്നെ പറയുക. പിന്നെ നീട്ടി നിർത്തുക. മദ് ആറുൽ സുക്കൂൻ ടൈം കൊടുത്തുകൊണ്ട് നീട്ടി നിർത്തുക. ബി അഹ്കമിൽ ഹാകിമീൻ. ഓക്കെ. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.